ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രക്തത്താഴ്ചയും ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് മഹത്വമപ്പ, മഹത്വമപ്പ. യേശുവിൻ്റെ രക്തത്താഴ്ചയും, യേശുവിൻ്റെ രക്തത്താഴ്ചയും. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് മഹത്വമപ്പ, മഹത്വമപ്പ, മഹത്വമപ്പ. യേശുവേ അങ്ങയ്ക്ക് സ്തോത്രം, യേശുവേ അങ്ങയ്ക്ക് സ്തോത്രം, യേശുവേ അങ്ങയ്ക്ക് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, റോസ് ഫാമിലി FB പേജിൽ കർത്താവിൻ്റെ തിരുവചനം ഘോഷിപ്പാൻ തക്കവണ്ണം ദൈവമായി കർത്താവ് അടിയൻ ഒരുക്കി തന്ന ഈ നല്ല സന്ദർഭത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2022 ആണ്ട് നമ്മളെ വിട്ട് കടന്നുപോയി. പുതിയ വർഷം ദൈവമായി കർത്താവ് നമുക്ക് എല്ലാവർക്കും ദാനമായി നൽകിയിരിക്കുന്നു. നമ്മുടെ കർത്താവിനെ സന്തോഷത്തോടുകൂടെ നമുക്ക് മഹത്വപ്പെടുത്താം, നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ രാജാതിരാജാവും കർത്താവുമായിരിക്കുന്ന യേശു മശിഹ വരാൻ പോകുന്നു. എൻ്റെ പ്രിയരെ, നാം എല്ലാവരും ഒരുങ്ങി മണവാളന്റെ വരവിനായി നാം കാത്തിരിക്കുന്നവരായി തീരണം. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി പഴയ ഒരു ഗാനത്തിന്റെ ചില അടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് വചന ധ്യാനത്തിലേക്ക് കടക്കാം. ദൈവമായി കർത്താവ് സകലരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എപ്പോഴാണെൻ്റെ സോദരാ മൃത്യു വരുന്ന തോർക്കായിൽ എന്തു കഷ്ടമേ, ഇപ്പാരിൽ നിൻ ജനങ്ങൾക്ക് തൃപ്തിയില്ലാത്ത ലോകത്തെ പോൽ ജീവിച്ചിട്ട് എപ്പോഴാണെൻ്റെ സോദരാ മൃത്യു വരുന്ന തോർക്കായിൽ എന്തു കഷ്ടമേ, ദൂരവേ അല്ല മരണം എന്നാർക്കറിയാം, ലേശം എല്ലാ സമയങ്ങൾ. ദൂരവേ അല്ല മരണം എന്നാർക്കറിയാം, ലേശം എല്ലാ സമയങ്ങൾ. രാജാക്കന്മാർ വലിയ ധീരന്മാരായവർ, രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും തീരെ സാധുക്കളും ഈ ലോകം വേടിഞ്ഞു പോകും. തീരെ സാധുക്കളും ഈ ലോകം വേടിഞ്ഞു പോകും. എപ്പോഴാണെൻ്റെ സോദരാ മൃത്യു വരുന്ന തോർക്കായിൽ എന്തു കഷ്ടമേ, എപ്പോഴാണെൻ്റെ സോദരാ മൃത്യു വരുന്ന തോർക്കായിൽ എന്തു കഷ്ടമേ, കട്ടിലിൽ കിടക്കവെയോ അയ്യോ സോദര വീട്ടിൽ വസിച്ചിടുമ്പോഴോ, കട്ടിലിൽ കിടക്കവെയോ അയ്യോ സോദര വീട്ടിൽ വസിച്ചിടുമ്പോഴോ, കാട്ടിൽ മാലാകളിലോ റോഡിൽ തെരുക്കളിലോ, കാട്ടിൽ മാലാകളിലോ റോഡിൽ തെരുക്കളിലോ കൂട്ടുകാർ ചേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോഴും, കൂട്ടുകാർ ചേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോഴും എപ്പോഴാണെൻ്റെ സോദരാ മൃത്യു വരുന്ന തോർക്കായിൽ എന്തു കഷ്ടമേ, എപ്പോഴാണെൻ്റെ സോദരാ മൃത്യു വരുന്ന തോർക്കായിൽ എന്തു കഷ്ടമേ. പ്രിയ ദൈവമക്കളെ, ഈ പാട്ട് കേൾക്കുമ്പോൾ പെട്ടെന്നൊരു മാനസാന്തരം തോന്നും.
അയ്യോ, മരണം ഏത് സമയത്തും സംഭവിക്കും എന്നുള്ള ഒരു ചിന്ത, ഒരു ഭാരം നമുക്കുണ്ടാവും. അത് റോഡിലാകട്ടെ, വെള്ളത്തിലാകട്ടെ, ഭവനത്തിലാകട്ടെ, എവിടെയായിരുന്നാലും മരണം മനുഷ്യന് നിശ്ചയമാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തതയുണ്ട് എന്റെ പ്രിയരെ, കർത്താവ് വരാറായി. ആ കർത്താവിന്റെ വരവിന് വേണ്ടി നാം ഓരോരുത്തരും ഒരുങ്ങി കാത്തിരിക്കണം. ഏത് നിമിഷവും കാഹളത്തിന്റെ ശബ്ദം കേൾക്കും, നിശ്ചയമാണ്. ഹല്ലേലൂയ! എത്ര പേർ ഒരുങ്ങിയിട്ടുണ്ട്? പ്രൈസ് ദി ലോർഡ്. 4 ലൈൻ കൂടെ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ! വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ, വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ, കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലോ, കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലോ, കള്ള കേസിനു പോയി കച്ചേരി തിണ്ണയിലോ, കള്ള കേസിനു പോയി കച്ചേരി തിണ്ണയിലോ, എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്ന തോർക്കായ്ക്ക് എന്തു കഷ്ടമേ, എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്ന തോർക്കായ്ക്ക് എന്തു കഷ്ടമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കണ്ണുകളടച്ചാട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പാ, ഈ വൈകിയ വേളയിൽ വചനവുമായി ഈ അടിയൻ കടന്നു വരുന്നു. നാഥ കർത്താവേ, വചനത്തിന്റെ മുൻപിൽ താണിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ വചനം ഒരു അനുഗ്രഹത്തിന്റെ വചനമായി മാറട്ടെ. ഹല്ലേലൂയ. ജീവനുള്ള വചനം മറ്റ് സഹോദര ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കർത്താവേ, അവരിലൊരു മാറ്റം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഒരു അത്ഭുതത്തിന്റെ ദിനമായി മാറട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. നിരാശരായി, ദുഃഖിതരായി, ഭാരത്തോടെ, വേദനയോടുകൂടി ആരെങ്കിലും വചനത്തിന് മുൻപിൽ താണിരിക്കുന്നു എങ്കിൽ എന്റെ പൊന്നപ്പച്ചന്റെ ഹല്ലേലൂയ അണിപ്പടി തെറ്റക്കരം അവരുടെ മേലൊന്ന് നീട്ടണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിടുതലച്ചാട്ട്, സഹായിച്ചാട്ട്, കർത്താവ് മാനിച്ചാട്ട് ഞങ്ങളുടെ പേജിനെ കർത്താവ് അനുഗ്രഹിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കാണ്. കർത്താവ്, ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൃപ കൊണ്ട് നിറച്ചാട്ട് അടിയനെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമ രക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവമക്കളെ, റോസ് ഫാമിലിയുടെ എല്ലാ അഡ്മിന്മാർക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും വേഗം വരുന്നതിനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിക്കണം. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, 2023 ആണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ദൈവജനത്തോട് ഹല്ലേലൂയ ഇന്ന് സംസാരിക്കുവാനുള്ളത് വിരുദിനായി ഓടുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിരുദിനായി ഓടുക. പ്രിയമുള്ള ദൈവമക്കളെ, നാം എല്ലാവരും ഒരു ഓട്ടത്തിലാണ്, അല്ലെ? പ്രൈസ് ദി ലോർഡ്. വിശ്വാസമാകുന്ന പോർക്കളത്തിലെ ഓട്ടത്തിലാണ് നിങ്ങളും ഞാനും ആയിരിക്കുന്നത്. പ്രിയരെ, ഹല്ലേലൂയ. ഈ ഓട്ടപ്പന്തയത്തിന് ചില പ്രത്യേകതകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഒരു കാര്യം വ്യക്തമായി വിളിച്ചു പറയട്ടെ, ഓട്ടത്തിൽ എല്ലാവർക്കും പങ്കുചേരാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിൽ സമ്മാനം എന്നുള്ളത് വിജയികൾക്ക് മാത്രമാണ്. അത് നാം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഓട്ടത്തിൽ ചില പ്രത്യേക തരത്തിലുള്ള കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടുന്നത്. അതിൽ ചിലർ ഓടുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? മറ്റുള്ളവരുടെ ഓട്ടം കണ്ടിട്ടോടും. പ്രൈസ് ദി ലോർഡ്. ചിലർ ഓടുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആളിനെ തള്ളിവിട്ടിട്ടോടും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ?
പ്രൈസ് വാങ്ങുവാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചില ഓട്ടങ്ങളെ കുറിച്ച് മാത്രമാണ് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ ആത്മീക ജീവിതത്തില് അത് അനുഗ്രഹമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി ദൈവവചനമായിരിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ, ജീവനുള്ള വചനം നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് തന്നെ കർത്താവിനെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നാം ചിന്തിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഒരു ഓട്ടമുണ്ട്. ആ ഓട്ടത്തിലേക്കാണ് നാം കടന്നു പോകുന്നത്. ജീവരക്ഷയ്ക്കായി ഓടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടി പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങും നിൽക്കയുമരുത്, നിങ്ങൾക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, ഈ വേദഭാഗത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അബ്രഹാമിനെയും ലോത്തിനെയുമാണ് ഇവിടെ നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അബ്രഹാം, ലോത്ത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവർ രണ്ട് വ്യക്തികൾ, രണ്ട് ദർശനം, രണ്ട് കാഴ്ചപ്പാടെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ ലോത്ത് തിരഞ്ഞെടുത്തത് സോദോം ഗൊമോറ പട്ടണത്തെയാണ്. ഫലഭൂയിഷ്ടമായ ഒരു പട്ടണമാണ് ഈ സോദോം ഗൊമോറ പട്ടണം. പ്രിയമുള്ള ദൈവമക്കളെ, എന്നാൽ അബ്രഹാമോ വിശ്വാസത്താൽ യാത്ര പുറപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇരുവരും സ്നേഹത്തോടെ വഴി പിരിയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയരെ, ലോത്തിനെ കുറിച്ച് പറയുമ്പോൾ ലോത്ത് എന്ന വാക്കിന്റെ അർത്ഥം വലഞ്ഞു പോയ നീതിമാൻ എന്നാണ്. ആമേൻ, ഹല്ലേലൂയ. പ്രിയരെ, അതായത് താൻ ദൈവ ശബ്ദം കേൾക്കാതെയാണ് താൻ യാത്ര ചെയ്യുന്നത്. എന്നാൽ ദർശനമില്ലാത്ത ലോത്തിന് ദൈവത്തിന്റെ ഒരു ദർശനം ഉണ്ടാകുന്നതാണ്. നീ ജീവരക്ഷയ്ക്കായി ഓടിപ്പോക എന്ന് പറയുന്ന ശബ്ദം. ഹല്ലേലൂയ. പ്രിയരെ, പട്ടണത്തിൽ ജീവിച്ച ലോത്ത് ലോകസുഖത്തിൽ ആകർഷനായി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. സോദോം ഗൊമോറ പട്ടണം ജനങ്ങൾ ദുഷ്ടന്മാരും പാപം നിറഞ്ഞ അവസ്ഥയിലൂടെ, അക്രമങ്ങൾ നിറഞ്ഞ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ യഹോവയായ ദൈവം ഈ സോദോം ഗൊമോറ പട്ടണത്തെ നശിപ്പിക്കുവാനായിട്ട് തീരുമാനിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ പ്രിയരെ, അബ്രഹാം ദൈവത്തിന്റെ ആലോചന പ്രകാരം യാത്ര പുറപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. വിശ്വാസത്താലുള്ള യാത്ര. അബ്രഹാം ഭവനത്തെയും പിതൃഭവനത്തെയും ഹല്ലേലൂയ വിട്ടിട്ടാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ ശബ്ദത്തിന്റെ പിന്നാലെ, ദൈവത്തിന്റെ ആലോചന കേട്ടുകൊണ്ട് അബ്രഹാം യാത്രയാകുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, അബ്രഹാമിൽ നിന്ന് ഈ ലോത്ത് വിട്ടു പിരിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ്, താൻ ദൈവത്തിൽ നിന്ന് അകലുകയുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അബ്രഹാമും ലോത്തും കൂടെ ഒരുമിച്ച് പാർക്കുമ്പോൾ ആ ലോത്ത് ദൈവാലോചന ഒക്കെ കേട്ടവനാണ്. എന്നാൽ അബ്രഹാമിൽ നിന്ന് താൻ തനിയായപ്പോൾ താൻ ദൈവത്തെ മറന്നു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നൊക്കെ അനേക കുടുംബങ്ങളിലും അങ്ങനെയൊക്കെയാ. ഒരു 5 പേർ വീട്ടിലുണ്ടെങ്കിൽ ഒരു വ്യക്തി മാത്രമായിരിക്കും, ആ വ്യക്തിയുടെ തണലിലാ മിക്കവാറും പേർ എല്ലാവരും. ഒരാൾ പ്രാർത്ഥിക്കും, മറ്റവരെല്ലാവരും ആമേൻ പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന ചില സാഹചര്യങ്ങൾ കാണുവാൻ കഴിയുന്നു. പ്രിയരെ, അബ്രഹാം കനാൻ ലക്ഷ്യമാക്കി അബ്രഹാമിന്റെ യാത്രയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. കോരഹ പുത്രന്മാർ, ആസാഫ്, ദാവീദ്, ഇവരെല്ലാം ദൈവത്തിന്റെ കൂടാരത്തിൽ പാർക്കുവാൻ വേണ്ടി അവർ ആഗ്രഹിച്ചു എന്ന് നമുക്ക് വചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. അബ്രഹാമോ ഹല്ലേലൂയ കൂടാരം അടിച്ചടിച്ച് താൻ മുൻപോട്ടും യാത്രയാകുകയായിരുന്നു. ദൈവം സോദോം ഗൊമോറ പട്ടണത്തെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. ഗ്ലോറി, ഹല്ലേലൂയ. ലോത്തിനോട് യഹോവയായ ദൈവം പറയുന്നു, നിന്റെ ജീവരക്ഷയ്ക്കായി ഓട്. ഹല്ലേലൂയ. നിന്റെ ജീവരക്ഷയ്ക്കായി ഓട്. പ്രിയമുള്ള ദൈവമക്കളെ, ഇതിന്റെ അവസാനം എനിക്ക് സമയം കിട്ടുവാണെങ്കിൽ ഞാൻ അതിനെ കുറിച്ച് പിന്നീട് ഞാൻ പറയാം. പ്രൈസ് ദി ലോർഡ്. 2ാമത്തെ പോയിന്റിലേക്ക് ഞാൻ കടക്കുകയാണ്. പാപത്തിൽ വീഴാതെ ഓടുക. പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ദൈവജനമേ, നാം പുതിയ തീരുമാനങ്ങളും പ്രതിഷ്ഠകളും ഒക്കെ എടുത്തവരല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്കത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാതെ എനിക്ക് പറ്റത്തില്ല, പറഞ്ഞേ പറ്റുള്ളൂ. പല സഭകളിലും ഞാൻ കാണുന്ന ഒരു കാര്യമാണ്, എന്റെ പ്രിയരെ, പുതിയ
വർഷം വന്നപ്പോൾ അവരെന്താ ചെയ്തെന്നറിയാമോ? പുതിയ അതായത് ഡിസംബർ 31 അന്നേക്ക് രാത്രി ആരാധന കഴിക്കുന്ന സമയം, എന്റെ പ്രിയരെ, ഈ പുതിയ വർഷത്തിന് മുൻപായി അല്ലെങ്കിൽ പുതിയ വർഷത്തിന് പിറകിലോ വാക്തത്വം, ഈ തമിഴ്നാട്ടിലൊക്കെ പറയും വാക്തത്വ അട്ട എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. കേരളത്തിൽ അത് എന്താ പറയുന്നത് എനിക്കറിയില്ല. വാക്യങ്ങൾ ചെറിയ വാക്യങ്ങളെ എഴുതി ടേബിൾ മേലെ വെച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിലെത്തിക്കുന്ന ഒരു പദ്ധതി. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് കാണുന്നത് എനിക്കതുകൊണ്ട് വലിയ തൃപ്തി ഉണ്ടാകത്തില്ല. എന്നറിയാമോ എന്റെ പ്രിയരെ, ഈ ജനങ്ങൾ അത് ക്യൂ നിന്ന് വാങ്ങിട്ട് പോകും. അവർക്ക് ലഭിച്ച വാഗ്ദത്തമാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ഈ ഡിസംബർ 31 അന്നേക്ക് ആരാധന കൂടുമ്പോൾ തന്നെ ദൈവജനത്തോട് ആവശ്യമാകുന്ന ആലോചന പറഞ്ഞു കൊടുക്കണം. ദിനംപ്രതി നീ വേദപുസ്തകം വായിക്ക്, നീ ധ്യാനിക്ക്, ഉപവസിക്ക്, നീ പ്രാർത്ഥിക്ക്. ഇതെല്ലാം ഇട്ടിട്ട് ഇതിനെല്ലാം സമയം കിട്ടത്തില്ല അവർക്ക്. അവർ ആ വാഗ്ദത്തം കൊടുക്കാനായിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂറാണ് സഭകളിൽ ചെലവഴിക്കുന്നത്. ഇതോ വചനം അറിയാത്ത, വചനത്തെ എന്താണെന്ന് പോലും അറിയാത്ത, വചനം വായിക്കാത്ത, ധ്യാനിക്കാത്ത വ്യക്തികൾ ഇതാണ് വാഗ്ദത്തം, ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തമാണെന്ന് പറഞ്ഞ് അവർ വളരെയേറെ സന്തോഷത്തോടെ കൊണ്ടുപോകും. അവർ വചനം വായിക്കുവാൻ അവർക്ക് ഒരു ഉത്സാഹം ഉണ്ടാകത്തില്ല. അവരെടുത്തിരിക്കുന്ന തീരുമാനത്തിൽ അവർ ഉറുതിയായി നിൽക്കാൻ അവർക്ക് സാധ്യത കുറവാ. ഹല്ലേലൂയ. നല്ല ആലോചനകൾ ജനങ്ങൾക്ക് ആവശ്യമാണ്. ഇവിടെയുമുണ്ട്, തമിഴ്നാട്ടിലും ഇതുണ്ട്. എന്റെ പ്രിയ സഹോദരങ്ങൾ, എനിക്കത് കാണുമ്പോൾ വളരെ വിഷമം തോന്നും. പ്രൈസ് ദി ലോർഡ്. ജനങ്ങൾ ഇടിച്ച് തള്ളി കയറി നിന്ന ആ വാക്യം എടുത്തോണ്ട് പോകുന്നത് അവർക്ക് വേണ്ടി ദൈവം കൊടുത്താന്നാ ഇവർ പറയുന്നത്. അല്ല, ദൈവദാസന്മാർ വളരെ സമയമെടുത്ത് ചെറിയ വാക്യങ്ങളെ കണ്ടുപിടിച്ചിട്ട് ജനങ്ങൾക്ക് സമാധാനം കിട്ടുന്ന തരത്തിലുള്ള വാക്യങ്ങളെ ഉപയോഗിച്ച് അവർ അട്ടയുണ്ടാക്കി അത് കൊടുക്കുക അവർ ചെയ്യുന്നത്. ഇതുകൊണ്ട് നിങ്ങളുടെ ആത്മീക ജീവിതത്തെ നിങ്ങൾക്ക് ഉയർത്തുവാൻ കഴിയുമോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, ദിനംതോറും ക്രിസ്തുവിൽ വളരുന്നവരായി മാറണം. ഹല്ലേലൂയ. വചനം വായിക്കണം, ധ്യാനിക്കണം. ആ വചനത്തെ നിങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ വചനം നിങ്ങളോട് സംസാരിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. വചനം ആരെന്നാ വിചാരിക്കുന്നത്? കർത്താവ്, എന്റെ ദൈവമാ പ്രിയരെ. വചനമാണ് ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ വചനത്തെ വായിക്കുവാൻ തുടങ്ങുമ്പോൾ വചനത്തിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കുവാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരുവൻ ആരോടാ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തോടാണ് നീ പ്രാർത്ഥിക്കുന്നത്. നിന്റെ സങ്കടം ബോധിപ്പിക്കുന്നത് കർത്താവിനോട്. അതിനാ നിന്നോട് പ്രാർത്ഥിക്കുവാൻ പറയുന്നത്. പ്രാർത്ഥിക്ക സഹോദരി, പ്രാർത്ഥിക്ക സഹോദര. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് തരുന്ന സമയങ്ങളെ അത് ദൈവത്തിന് വേണ്ടി നീ ചിലവഴിക്കുവാൻ ഒരുങ്ങണം. ഹല്ലേലൂയ. പുതിയ വർഷം എല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ. പോയിന്റിലേക്ക് നമുക്ക് കടന്നു വരാം. പ്രിയമുള്ള ദൈവമക്കളെ, പാപത്തിൽ വീഴാതെ ഓടുക. ആമേൻ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 39 12 വാക്യം നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി 39 12 വാക്യം വായിക്കുമ്പോൾ, എന്നാൽ അവൻ തന്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് ഈ വേദഭാഗത്തിന്റെ ചരിത്രം പറയുമ്പോൾ, നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയുവാനായിട്ട് കഴിയും. ഇതാ മറ്റാരുമല്ല, ജോസഫിന്റെ ചരിത്രമാണ്. ജോസഫിന്റെ ചരിത്രം നമുക്ക് അല്പം പുറകിലേക്കും ഇറങ്ങി നാം ചിന്തിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ആ വായിച്ച വേദഭാഗത്തേക്ക് വരാൻ കഴിയുള്ളൂ. പ്രിയരെ, സ്വന്തം സഹോദരന്മാർ, ഹല്ലേലൂയ, താൻ കണ്ട സ്വപ്നത്തിൻ മൂലമായി തന്റെ പിതാവ് ആ സ്വപ്നത്തെ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ചില സഹോദരന്മാർ ഇവനെ എങ്ങനെയെങ്കിലും വകവരുത്തണം, ഇവനെ കൊല്ലണം, ഈ ജോസഫിനെ മുൻപോട്ട് വിടരുതെന്ന് പറഞ്ഞ നിൽക്കുന്ന ചില സഹോദരന്മാർ, താൻ ശേഖേമിലേക്ക് തന്റെ സഹോദരന്മാർക്ക് ആഹാരവുമായി കടന്നു പോകുന്ന ജോസഫ്, ഹല്ലേലൂയ, താൻ കൊണ്ടുവന്ന ആഹാരമെല്ലാം അവർ ഭക്ഷിച്ചു. എന്നിട്ട് സഹോദരന്മാർ എന്താ ചെയ്യുന്നറിയാമോ? തന്റെ വലിയൊരു പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. പ്രൈസ് ദി ലോർഡ്. ഇവർ തീരുമാനിക്കുക, അപ്പനോട് നമുക്ക് പറയാം, ഏതെങ്കിലും വന്യമൃഗങ്ങൾ വന്ന് ജോസഫിനെ വകവരുത്തിയത് കൊന്നുകളഞ്ഞു എന്ന് പറയാം എന്ന് പറഞ്ഞിട്ട് അവരൊരു തീരുമാനമൊക്കെ എടുത്തു. പക്ഷേ ഇസ്മായിലെ കച്ചവടക്കാർ അതുവഴി കടന്നു വന്നു. ഹല്ലേലൂയ. ദൈവജനമേ, അവർ 20 വെള്ളിക്കാശിന് ജോസഫിനെ വിറ്റ് കളയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ജോസഫിനെ ഇസ്മായിലെ കച്ചവടക്കാർ നേരെ മിസ്രൈമിലെ പോത്തിഫറിന്റെ ഭവനത്തിൽ കൊണ്ടുപോയി വിട്ടു. എന്നാൽ ദൈവമക്കളെ, ഈ ജോസഫിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് താൻ സുന്ദരനും
പവിഴ നിറമുള്ളവനും സുനേത്രനുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. താൻ സുന്ദരനും പവിഴ നിറമുള്ളവനും സുനേത്രനുമാകുന്നു. ഇത്രമാത്രം അഴകുള്ള ജോസഫിനെ ആമേൻ ഈ പൊത്തിഫറിന്റെ ഭാര്യ കണ്ടപ്പോൾ അവൾക്ക് ജോസഫിന്റെ മേലൊരു കണ്ണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പൊത്തിഫർ ഇല്ലാത്ത സമയം നോക്കി ഈ ജോസഫിനെ പാപം ചെയ്യുവാൻ ഇതാ ഈ പൊത്തിഫറിന്റെ ഭാര്യ വിളിക്കുക. അപ്പോൾ ജോസഫ് എന്താ ചെയ്യുന്നറിയാമോ? തന്റെ കയ്യിലിരുന്ന വസ്ത്രത്തെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് അയ്യോ എനിക്ക് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജോസഫ് പറയുക എനിക്ക് പാപം ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു ജോസഫ് തന്റെ കയ്യിലിരുന്ന ആ ശാൽവ വസ്ത്രമെടുത്ത് എറിഞ്ഞിട്ട് താൻ ഓടുകയാണ്. ഓടി രക്ഷപ്പെടുകയാണ്. പാപത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന ജോസഫ്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, ഞാൻ ചുരുക്കി പറയട്ടെ. ഹല്ലേലൂയ. സഹോദരിമാരുടെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാലേ. ഇല്ലാതും കൊല്ലാതും ഒക്കെ പറഞ്ഞ് ഭർത്താക്കന്മാരോട് പറഞ്ഞു പഠിപ്പിക്കും. ഇത് സഹോദരിമാർക്കുള്ള ഒരു നല്ല സ്വഭാവം, നല്ല ഗുണമാണ്. ഹല്ലേലൂയ. പല കുടുംബങ്ങളും ചിന്നാഭിന്നമാകുന്നത് അങ്ങനെ തന്നെയാ. പ്രൈസ് ആവശ്യമില്ലാത്തത് സഹോദരിമാർ തമ്മിൽ സംസാരിക്കും. എന്നിട്ട് ഭർത്താവ് വരുമ്പോൾ അത് എങ്ങനെയെങ്കിലും ഭർത്താവിന്റെ കാതിൽ ഡബിളാക്കി പറഞ്ഞു കൊടുക്കും. ഭർത്താവ് ആവശ്യമില്ലാതെ പ്രശ്നവുമായി നിൽക്കും. ഇന്ന് അനേക കുടുംബങ്ങളിൽ ഇങ്ങനെയൊക്കെയാ. പ്രൈസ് ദി ലോർഡ്. അനേക കുടുംബങ്ങൾ തകരുന്നതിന് പ്രധാന കാരണം സഹോദരിമാർ തന്നെയാണ്. അതിനെനിക്ക് ഒട്ടും പറയാതിരിക്കാൻ കഴിയുകയില്ല. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പൊത്തിഫറിന്റെ ഭാര്യ പൊത്തിഫർ വന്നപ്പോഴേക്കും ജോസഫിനെ പറ്റി ഇല്ലാതും കൊല്ലാതും എല്ലാം പറഞ്ഞു കൊടുത്തു. ജോസഫിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. നോക്കണം ദൈവമക്കളെ, ദൈവവചനം പറയുന്നത് ജോസഫിനോട് കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന. പ്രൈസ് ദി ലോർഡ്. താൻ സ്വപ്നം അവിടെ ചില സ്വപ്നങ്ങളൊക്കെ വ്യാഖ്യാനിച്ചു കൊടുത്തു. അതിന്റെ ഫലമായിട്ട് താൻ സ്വപ്നം വ്യാഖ്യാനിക്കുന്നവൻ എന്ന് അറിയുവാൻ ഇടയായി. മിസ്രൈമിലെ ഫറവോൻ ഹല്ലേലൂയ ദൈവമക്കളെ, ഫറവോൻ കണ്ട സ്വപ്നത്തിന് വ്യാഖ്യാനം കൊടുക്കുവാനായിട്ട് ജോസഫിനെ ഹല്ലേലൂയ ദൈവമക്കളെ താൻ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണം ദൈവമക്കളെ, ദൈവം ഉയർത്തുന്ന വിധമാണത്. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ജോസഫ് മിസ്രൈമിലെ ഫറവോന്റെ സ്വപ്നത്തെ വ്യാഖ്യാനിച്ച് കൊടുത്തപ്പോൾ ജോസഫിനെ ഹല്ലേലൂയ മിസ്രൈമിലെ പ്രധാന മന്ത്രി പദത്തിലേക്ക് ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നോക്കണം ദൈവമക്കളെ, ഹല്ലേലൂയ സഹോദരന്മാർ വിചാരിച്ചത് എന്താ? ഇവർ പൊട്ടക്കിണറ്റിൽ കിടന്ന് ചാകട്ടെ, ഇനി ഇവർ ഉയർന്നു വരുവാൻ ഇടയാകരുത് എന്ന് വിചാരിച്ച സ്ഥാനത്ത് ഓ ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. തന്നെ ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവം. ആമേൻ. ഹല്ലേലൂയ. 2023 ആണ്ടിൽ ഹല്ലേലൂയ ദൈവ പൈതലേ, നിന്നെ ഉയർത്തി മാനിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് വചനം ഏറ്റെടുക്കുവാൻ കഴിയും? നിന്നെ സഹോദരന്മാർ ഒരു പക്ഷേ നിന്നെ നിന്ദിച്ചുവെന്ന് വരാം. നിന്റെ സഹോദരിമാർ നിന്നെ അപമാനപ്പെടുത്തിയെന്ന് വരാം. ഹല്ലേലൂയ. പൊതുവിൽ നിന്റെ സഭകളിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്ന് വരാം. നിന്റെ അയൽവാസികൾ നിന്നെ നിന്ദിച്ചൊതുക്കിയെന്ന് വരാം. നിന്നെ ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ നിൽക്കുന്ന ഇടത്ത് നീ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിന്നാൽ ജോസഫിനെ ഉയർത്തി മാനിച്ച ദൈവം നിന്നെ ഉയർത്തുവാൻ സർവശക്തനാണ്. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. ആകയാൽ ജോസഫ് പാപത്തെ വിട്ട് ഓടിയതിന് ഫലമായി ഹല്ലേലൂയ ദൈവമക്കളെ, ജോസഫിനെ ദൈവം ഉയർത്തി മാനിക്കുവാനിടയായി തീർന്നു. നമുക്കറിയാം ശിംശോൻ. ആമേൻ. ശിംശോൻ ആരായിരുന്നു എന്ന് നാം ചിന്തിക്കുമ്പോൾ നാസീർ വ്രതക്കാരൻ, പരിച്ഛേദന ഏറ്റവൻ, ആത്മാവ് നിറഞ്ഞവൻ, ദൈവത്തിന്റെ നീരുറവയിൽ നിന്ന് കുടിച്ചവൻ എന്ന വചനം വ്യക്തമാക്കുന്നു. അതാണ് ശിംശോൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ ശിംശോൻ എന്താ പറ്റിയത്? ഇത്രമാത്രം ക്വാളിറ്റികളൊക്കെ ഉള്ള ശിംശോന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? ദലീലയാകുന്ന ലോകത്തിന്റെ മടിയിൽ തലവെച്ചുറങ്ങിയപ്പോൾ ശിംശോന്റെ ജഡ കത്തിരിച്ച് കൊണ്ടുപോയി. ശിംശോന് ദൈവം കൊടുത്തിരുന്ന കൃപകൾ നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, എത്രയോ ശിംശോന്മാർ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അറിയാതെ ചെയ്യുന്ന പാപങ്ങളും രഹസ്യ പാപങ്ങളും നിന്നെ എത്തിക്കുന്നത് ദലീലയുടെ മടിയിലേക്കാണ്. ഇന്ന് പകൽക്കാലം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവസന്നിധിയിൽ താണിരുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? കർത്താവ് നിങ്ങളെ സഹായിക്കും, നിങ്ങളെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ശിംശോന്റെ
ആ എല്ലാ കൃപകളും നഷ്ടപ്പെടുന്നത് കാണുവാൻ കഴിയുന്നു. വചനം കേൾക്കുന്ന ദൈവ പൈതലെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരണം. പുതിയ വർഷം കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു പോയി. 2022 അനുഭവങ്ങളൊക്കെ എല്ലാം മാറ്റിവെച്ചിട്ട് പുതിയ വർഷം ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കും. ദൈവിക സാന്നിധ്യം നിങ്ങളിൽ ഇറങ്ങി വരും. ഹല്ലേലൂയ. എത്ര പേർ ആത്മാവിൽ അത് ഏറ്റെടുക്കുവാൻ മനസ്സുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകെ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഓരോ ദിവസവും വചനമാകുന്ന കണ്ണാടിയിൽ നോക്കി ആത്മീക നിലവരം എപ്രകാരമായിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം വചനം വായിക്കണം. വചനം വായിക്കുന്തോറും ഹല്ലേലൂയ നമ്മുടെ ആത്മീക ജീവിതത്തെ ഒന്നുകൂടെ ഒരു പടി കൂടെ പുതുക്കം പ്രാപിച്ചുകൊണ്ട് പുതുക്കിക്കൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തോട് നമുക്ക് അടുത്തു വരുവാൻ കഴിയും. വചനം വായിക്കാത്ത ഒരു വ്യക്തിക്ക് എന്തനുഭവമാ ഉള്ളത്? പ്രൈസ് ദി ലോർഡ്. ദൈവമായിട്ട് എന്ത് ബന്ധമാ ഉള്ളത്? എന്തിനാ വചനം വായിക്കുന്നത്? ഈ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ചില വ്യക്തികളോട് ഞാൻ ചോദിക്കുവാനിടയായി തീർന്നു, എന്തിനു വേണ്ടിയാ വചനം വായിക്കുന്നത്? പലരുടെയും പലവിധമാകുന്ന അഭിപ്രായങ്ങൾ എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. സഹോദരനെ, സഹോദരിയെ, നിന്റെ ആത്മീക ജീവിതത്തെ ഹല്ലേലൂയ ക്രമപ്പെടുത്തുവാൻ വിശുദ്ധ വേദപുസ്തകം നിനക്ക് ആവശ്യമാ. കർത്താവിന്റെ വചനം നിനക്ക് ആവശ്യമാ. നിന്റെ ആത്മീക ജീവിതത്തെ ഇല്ലെങ്കിൽ നീ തകർന്നു പോകും. വചനം വായിക്കാത്തൊരു വ്യക്തിയെങ്കിൽ പുതിയ വർഷത്തിൽ ഒരു തീരുമാനമെടുത്താട്ടെ, ദിനവും എന്റെ കർത്താവിന്റെ വചനത്തെ ഞാൻ വായിക്കും, ഞാൻ ധ്യാനിക്കും, ഞാൻ ധ്യാനിച്ചേ കിടക്കുകയുള്ളൂ എന്ന ഒരു നല്ല തീരുമാനമെടുത്താട്ടെ. വചനത്തിലൂടെ തന്നെ എന്റെ കർത്താവ് നിങ്ങളോട് സംസാരിക്കുവാനിടയാകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, മൂന്നാമതായിട്ട് ജനം നിന്നെ പുകഴ്ത്തുമ്പോൾ ഹല്ലേലൂയ നീ എന്ത് ചെയ്യണമെന്നറിയാമോ? ഓടിപ്പോകണം. ചില വ്യക്തികൾ പെട്ടെന്ന് വന്ന എന്റെ ആന്റിയുടെ പ്രസംഗം നല്ല പ്രസംഗമാ കേട്ടോ, ഒരുപാട് ഇഷ്ടമാണ് ഞങ്ങൾക്ക്. കഴിഞ്ഞ ഒരു ദിവസം ഒരു സഹോദരൻ പറയാ, എനിക്ക് എന്റെ വചനം ഇഷ്ടമായിരുന്നു, അല്ലെ എന്റെ പ്രസംഗം ഇഷ്ടമായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സഹിച്ചു പോയേനെ. ആന്റിയെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതാണ് എനിക്ക് അതിനേക്കാൾ സഹിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കമന്റ്സുകളൊക്കെ കുറയ്ക്കുക ദൈവമക്കളെ. ഈ കമന്റ്സിലൊന്നും വീഴുന്നവളല്ല റോസ്ലിൻ സുരേഷ്. എനിക്കിതിന്റെ ആവശ്യവുമില്ല. ഞാൻ അങ്ങനെ ആരോടും സിമ്പിൾ ആയിട്ട് സംസാരിക്കാറില്ല. എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു വിഷയം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ 1-2 വിഷയം ഒരാളോട് സംസാരിക്കാറുള്ളൂ. താങ്കൾ എവിടെയാ താമസിക്കുന്നത്? ഏത് സഭയാ? കുടുംബമാണോ? ഇത്രയേ ഉള്ളൂ. എന്റെ ചോദ്യം ഇത്രയൊക്കെ ഉള്ളൂ. ഇതിനേക്കാൾ അപ്പുറം ഒരു സ്റ്റെപ്പ് കൂടെ ഞാൻ വെക്കാറില്ല. വെച്ചാൽ ഞാൻ അവിടെ തന്നെ അവസാനിപ്പിക്കും. എന്റെ സ്വഭാവം അതാണ്. ആകയാൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് അന്ത്യകാലമാണ്. ഹല്ലേലൂയ, അന്ത്യകാലമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നാം മുൻപോട്ട് പോകണം. ആരും നമ്മളെ പുകഴ്ത്തുവാൻ വന്നാൽ അത് അംഗീകരിക്കേണ്ട, അവിടെ നിൽക്കുക പോലെ ചെയ്യരുത്, അവിടുന്ന് ഓടിപ്പോക്കണം. കാരണം 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ ജനം ഓടി വന്ന് തടിച്ചുകൂടി കർത്താവിനോട് പറഞ്ഞെന്തറിയാമോ? ഗുരു, ഞങ്ങളങ്ങ് രാജാവാക്കാൻ പോവുകയാണ്. പിന്നെ കർത്താവ് അവർ പറഞ്ഞോണ്ട് അങ്ങ് നിൽക്കുകയല്ലേ അവിടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് അവിടെ നിന്ന് പയ്യെ കടന്നുപോയി എന്നാണ് നാം വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അവരിൽ നിന്ന് കടന്നുപോയി. എന്റെ പ്രിയ സഹോദരങ്ങളെ, ആകയാൽ ഹല്ലേലൂയ നാം ചെയ്യേണ്ടുന്ന കാര്യം, നമ്മെ ആരെങ്കിലും പുകഴ്ത്തി പറഞ്ഞാൽ അവിടെ നിൽക്കരുത്, അത് കേൾക്കരുത്, അതിന് മറുപടി കൊടുക്കാൻ നിൽക്കരുത്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചു കൊടുക്കണം. ദൈവത്തിന്റെ വചനത്തിന് മുൻപേ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. താഴ്മ എവിടെയുണ്ടോ അവിടെയാണ് അനുഗ്രഹം. ചില വ്യക്തികൾക്കൊക്കെ താഴ്മയെ ഉണ്ടാവത്തില്ല. വചനം വായിക്കും, ധ്യാനിക്കും, പ്രസംഗിക്കും, പാടും, എല്ലാം ചെയ്യും, പക്ഷെ താഴ്മയില്ല. ഭയങ്കര കഷ്ടം തോന്നും. എന്റെ സഹോദരിയെ, സഹോദരനെ, ദൈവസന്നിധിയിൽ താഴ്മ വേണം. എന്റെ കർത്താവ് താഴ്മ ധരിച്ച ദൈവമായിരുന്നു. ഹല്ലേലൂയ. താഴ്മയോടുകൂടെ തന്നെയാ കർത്താവ് നിന്നത്. കർത്താവിന്റെ എല്ലാ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ കർത്താവിന്റെ മുൻപിൽ ഉണ്ടായിരുന്ന സ്നേഹവും താഴ്മയുമാ. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, താഴ്മ വേണം. ഞാനിത് പറയുമ്പോൾ എന്റെ ഡാഡിയെ ഞാൻ ഓർക്കും. എന്റെ പ്രിയരെ, എന്റെ ഡാഡി മരിച്ചെനിക്ക് 6 വർഷം കഴിഞ്ഞു. 7-ാം വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. എന്നാൽ ഞങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് ചെറുപ്പത്തിൽ ഒരുപാട് തെറ്റും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. സഹോദരങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇവരൊക്കെ വഴക്കും വല്ലതും ഒക്കെ ഉണ്ടാക്കും. പക്ഷേ എന്റെ ഡാഡി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളെ കൊണ്ട് ക്ഷമ പറയിപ്പിക്കും, പരസ്പരം ക്ഷമ പറയിപ്പിക്കുമായിരുന്നു. എത്ര കുടുംബങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. അത് ഞങ്ങൾ ഇപ്പോഴും പാലിക്കുന്നു. എന്റെ പ്രിയരെ, ക്ഷമ പറഞ്ഞാൽ ക്ഷമ പറയണം. നമുക്കൊരു
കുഴപ്പവും സംഭവിക്കത്തില്ല. ഒന്ന് താണ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ഡിഗ്നിറ്റിക്ക് ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല. അതിൽ നമ്മൾ ദൈവത്തിന്റെ ഹാലലിയ സ്നേഹം നമ്മളെ വർദ്ധിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും ക്ഷമിക്കണമേ എന്ന് പറയുന്നത് കൊണ്ട് തെറ്റുണ്ടാകത്തില്ല കേട്ടോ. അതുകൊണ്ട് ഒരു പ്രശ്നം വരത്തില്ല. നമുക്ക് അതുകൊണ്ട് ക്ഷമിക്കണം. പരസ്പരം ക്ഷമ നമുക്ക് ആവശ്യമാണ് ദൈവമക്കളെ. ഹാലലുയ, ദൈവത്തിന് ഹാലലിയ. അങ്ങനെ നാം ചെയ്യുമ്പോൾ പ്രിയരേ, ദൈവത്തിന് വേണ്ടി നാം നിലകൊള്ളുമ്പോൾ അത്ഭുതങ്ങൾ, അതിശയങ്ങൾ, അടയാളങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്നത് ഞാൻ വിളിച്ചു പറയട്ടെ. ഒരിക്കലും നമ്മുടെ കഴിവാണെന്ന് പറയരുത്. ചിലർ പറയാറുണ്ട്, ഞാൻ 2 കൊല്ലം ഞാൻ പഠിച്ചതാ, ഞാൻ 3 കൊല്ലം പഠിച്ചതാ, ഞാൻ 5 കൊല്ലം ഞാൻ തനിയെ പഠിച്ചതാ എന്നൊക്കെ പറഞ്ഞ് ചിലര് ഭയങ്കരമായിട്ട് പറയാറുണ്ട്. എന്റെ സഹോദരങ്ങളെ, ഹാലലൂയ, നമ്മൾ ആരും പണ്ഡിതരല്ല. ആമേൻ, ഹാലലൂയ. ദൈവത്തിന്റെ സന്നിധി നമുക്കൊന്നും പുകഴുവാനില്ല. ഹാലലൂയ. എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ അത് ദൈവം തന്നതാ. ആരോടും പറഞ്ഞു കൽപ്പിക്കരുത് കേട്ടോ. ഞാൻ ഡിഗ്രി ഉള്ളവനാ, ഞാൻ അത്രയും പഠിച്ചതാ, ഞാൻ 2 കൊല്ലം പഠിച്ചതാ, ഞാൻ 3 കൊല്ലം പഠിച്ചതാ എന്നൊന്നും ആരോടും പറഞ്ഞു കൽപ്പിക്കണ്ട. കാരണം കർത്താവിന്റെ മുൻപിൽ വില പോകത്തില്ല. ഞാൻ ആ ബൈബിൾ കോളേജിൽ പഠിച്ചതാ, ഞാൻ ഈ ബൈബിൾ കോളേജിൽ പഠിച്ചതാ. എവിടെ പഠിച്ചാൽ എന്നാ താഴ്മയുണ്ടോ? കർത്താവ് താഴ്മ ധരിച്ചവനായിരുന്നുവല്ലോ. ഹാലലിയ വചനം അങ്ങനെയല്ലേ പറയുന്നത്. അതുകൊണ്ട് ആരുടെയും പുകഴ്ചയോ ഒന്നും പറയണ്ട, ഒരു ഡിഗ്രി പറയണ്ട. ദൈവം നിനക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് മാത്രം നീ പറഞ്ഞാൽ മതി. അവിടെ ദൈവം നിന്നെ ഉയർത്തുവാനിടയാകും. നീ പറയുന്ന നിന്റെ ശുശ്രൂഷയെ കർത്താവ് ഉയർത്തി മാനിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഉയർത്തി മാനിക്കുന്ന ദൈവമാ. അല്ലെങ്കിൽ നീ തനിയെ കിടക്കേണ്ടി വരും. നീ പറയുന്ന ആരും കേൾക്കത്തില്ല, നിന്നെ ആരും ശ്രദ്ധിക്കത്തില്ല. ഇത് കർത്താവിന്റെ ജീവനുള്ള വചനമാ. ലോകമെങ്ങുമുള്ള ജനങ്ങളോട് പറയുവാനുള്ള സുവിശേഷമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ വചനത്തിന് മുൻപിൽ നിന്ന് താണിരിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. തന്നെത്താൻ താഴ്ത്തപ്പെടുന്നവൻ ഉയർത്തപ്പെടും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ആരെങ്കിലും എന്റെ കഴിവാണെന്ന് പറഞ്ഞെങ്കിൽ അത് പൈശാചിക ചിന്തയാണ്. സകലതും ദൈവത്താൽ സാധ്യമായി എന്ന് പറയുക. ദൈവത്തെ സ്തുതിക്കുക ദൈവമക്കളെ. കർത്താവ് നമുക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ അവിടെ ദൈവത്തെ സ്തുതിച്ച് തുടങ്ങ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നാം നമ്മെ തന്നെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ താഴ്ത്തുമ്പോൾ ദൈവം യോസേഫിനെ ഉയർത്തി മാനിച്ചതുപോലെ കർത്താവ് നമ്മളെ ഉയർത്തി മാനിക്കുവാനിടയാകും. 2 കൊരിന്ത്യരുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പിശാച് പറഞ്ഞത് യേശു കർത്താവിനോട് എന്താണെന്ന് അറിയാമോ? എല്ലാം നിനക്ക് തന്നേക്കാം, പിന്നെ എല്ലാം നിനക്ക് തന്നേക്കാം, ആരും അറിയേണ്ടത് എന്നെ ഒന്ന് വണങ്ങിയാൽ മതിയെന്നേ, എന്നെ ഒന്ന് വണങ്ങിയാൽ മതി, നിനക്കിതെല്ലാം അങ്ങ് തന്നേക്കാം. നോക്കണം കർത്താവ്. പ്രിയ ദൈവമക്കളെ, പിശാച് വന്ന് കർത്താവിനോട് പറഞ്ഞതാണ്. യേശു കർത്താവ് പിശാചിനെ ശാസിച്ചു എന്നാണ് വചനത്തിൽ നാം വായിക്കുന്ന. സ്നേഹിത, ജനം നിന്നെ ഉയർത്താൻ ശ്രമിച്ചാൽ നീ ഓടി രക്ഷപ്പെടണം. നടക്കാനല്ല പറഞ്ഞത്, ഓടി രക്ഷപ്പെടണം. 1 മിനിറ്റ് പോലും അവിടെ തിരിഞ്ഞു നോക്കിയേക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവസാനമായിട്ട് ഒറ്റ പോയിന്റ് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, വിരുദിനായി ഓടണം. പ്രൈസ് ദി ലോർഡ്. ഇതാണ് കഷ്ടകരമായ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നം. വിരുദിനായി ഓടണം. എല്ലാവർക്കും പ്രയാസമാണ് ഇപ്പം ഓടാൻ, വിരുദിനായി ഓടുന്ന കാര്യത്തിലാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യരുടെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ ബിരുദം പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? ഹല്ലേലൂയ. പ്രിയരെ, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ചേർന്ന് ഓടുകയാ. വിസിലടി കേൾക്കുമ്പോൾ എല്ലാവരും ഓടും. പക്ഷേ ഹല്ലേലൂയ, ബിരുദം പ്രാപിക്കുന്നവർ, ആമേൻ, ഒരുവൻ മാത്രമേ ഉള്ളൂ എന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. പ്രിയരെ, ഓരോരുത്തരും നാം ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? നമ്മൾ ഈ വചനം പറയുന്ന എന്തിനു വേണ്ടിയാ? ലോക ജനത്തോട് സുവിശേഷം പറയുന്ന എന്തിനു വേണ്ടിയാ? നാം കർത്താവിന് വേണ്ടി നാം നിലകൊള്ളുന്ന എന്തിനു വേണ്ടിയാ? എന്റെ സഹോദരനെ, സഹോദരിയെ, ബിരുദിന് വേണ്ടിയാ. ബിരുദം പ്രാപിക്കുവാൻ നാം ഓടേണ്ടിയിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? എത്ര പേർ ബിരുദിന് വേണ്ടി കാക്ഷിക്കുന്നു? ഓ എന്റെ കർത്താവേ, അങ്ങ് ഒരുക്കുന്ന ബിരുദ്, ആ കിരീടത്തിന് വേണ്ടിയാണപ്പാ ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ ജീവിക്കുന്നതെന്ന് എത്ര പേർക്ക് ഉണർവോടുകൂടെ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. ഒരു കഥ നിങ്ങളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒരു ചെറിയ ഒരു സ്റ്റോറി. ഒരിക്കലും ഒരു അണ്ണാൻ കുഞ്ഞ് ഇങ്ങനെ ചാടി ചാടി പോകുന്നത്
ഒരു കഴുകൻ കണ്ടു. ആ കഴുകന് അത് കണ്ട മാത്രയിൽ ഈ അണ്ണാനെ എങ്ങനെയെങ്കിലും ഒന്ന് കൊല്ലണം, എങ്ങനെയെങ്കിലും തിന്നണമെന്ന് ഭയങ്കര ഒരു വാഞ്ച, ഒരു ഭയങ്കര ആഗ്രഹം. കഴുകൻ ഈ അണ്ണാനെ തുരത്തിക്കൊണ്ട് വരികയാണ്. അണ്ണാനും ഭയങ്കര സ്പീഡിൽ, എത്രമാത്രം സ്പീഡിൽ പോകാമോ അത്രയും സ്പീഡിൽ പോകുക അണ്ണാൻ. എന്നാൽ അവസാനം അണ്ണാൻ കണ്ടുപിടിച്ച ഒരു ചെറിയ ഒരു പൊത്ത് കണ്ടുപിടിച്ചു. അണ്ണാൻ എന്ത് ചെയ്യുന്നറിയാമോ? വേഗം പോയി ആ പൊത്തിനകത്ത് കയറി. അപ്പോ ഈ കഴുകൻ ഈ പൊത്തിന്റെ കരയ്ക്കിരുന്നു കൊണ്ട് കഴുകൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. കഴുകന് ഭയങ്കര നിരാശയായി പോയി. കഴുകൻ ഭയങ്കര ബുദ്ധിശാലിയാ അല്ലെ, എങ്ങനെ വേണമെങ്കിലും കൊത്തിയെടുക്കും. എന്നാൽ കഴുകൻ ഇത് സാധിക്കാതെ പോയപ്പോൾ കഴുകൻ ചോദിച്ചു, അണ്ണാനെ നീ എങ്ങനെ രക്ഷപ്പെട്ടു? അപ്പോ അണ്ണാൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. കഴുക, നിനക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി എന്നെ കൊന്നു തിന്നാൽ മതി, പക്ഷേ എന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഓടിയല്ലേ പറ്റും. ഹല്ലേലൂയ. ആ കഴുകൻ, ആ അണ്ണാൻ കുഞ്ഞ് പറയുക, എന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഓടിയെങ്കിലല്ലേ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, സ്നേഹിത, നമ്മുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി നാം ഓടണം. ആമേൻ. നാം ഓടുന്നത് കർത്താവ് ഒരുക്കുന്ന വിരുദിന് വേണ്ടിയാ, കിരീടത്തിന് വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, വിശ്വാസം കാത്തു. ആമേൻ. ഹല്ലേലൂയ. നീതിയിൻ കിരീടം എനിക്കായി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നു. ആ കിരീടത്തിന് വേണ്ടിയാ നിങ്ങൾ ഞാനും ഒരുങ്ങി കാത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോകുകയാണ്. വായിച്ച വേദഭാഗത്തേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. ജീവരക്ഷയ്ക്കായി ഓടി. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, സോദോം ഗൊമോറ പട്ടണം അത് ദുഷ്ടത നിറഞ്ഞതും പാപം നിറഞ്ഞ ഒരു ലോകത്തിലൂടാണ്, അല്ലെങ്കിൽ ആ പട്ടണം എന്നത് അറിഞ്ഞപ്പോൾ ദൈവം ആ സോദോം ഗൊമോറ പട്ടണത്തെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. എങ്കിലും അബ്രഹാമിനോട് ദയവ് കാണിച്ച ദൈവം ലോത്തിനോട് ദയവ് കാണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ലോത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ജീവരക്ഷയ്ക്കായി ഓട് എന്നാണ് പറഞ്ഞത്. തിരിഞ്ഞു നോക്കരുത്. ആമേൻ. നീ തിരിഞ്ഞു നോക്കരുത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി നാം ഓടണം. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് പാപത്തെ വിട്ട് ഓടുക. പ്രൈസ് ദി ലോർഡ്. ഇന്നൊക്കെ പലർക്കും പാപത്തെ വിട്ട് ഓടുവാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ്. ചെറിയ പാപവും വലിയ പാപവും ഒന്നും ദൈവസന്നിധിയിലില്ല. പാപം തന്നെയാ. കാരണം എന്റെ കർത്താവ് പരിശുദ്ധനായ ദൈവമാണ്. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? എന്റെ കർത്താവ് പരിശുദ്ധനാണ്. ആകയാൽ കർത്താവിന്റെ സന്നിധിയിൽ നാം ഉറച്ചു നിൽക്കുന്ന ഒരു ദൈവ പൈതലിന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. പാപത്തെ കണ്ടാൽ, പ്രൈസ് ദി ലോർഡ്, ദൈവ പൈതലേ, അവിടെ പോയാൽ അവിടെ കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ എന്തിനാ അവിടെ പോയി ഇരിക്കുന്നത്? നീ ഇങ്ങനെ ഒരു വാക്ക് സംസാരിച്ചാൽ മറ്റുള്ളവർക്ക് മുറിവേൽക്കുന്നതാണെന്ന് തോന്നിയാൽ പിന്നെ നീ എന്തിനത് സംസാരിക്കണം? വാക്കിന്റെ പെരുപ്പം പാപമല്ലേ? പാപത്തിന്റെ ശമ്പളമോ മരണമത്രേ എന്ന് വചനം വിളിച്ചു പറയുന്നു. ആകയാൽ സ്നേഹിത സഹോദരി, ഹല്ലേലൂയ, കർത്താവിന്റെ സന്നിധിയിൽ നിലനിൽക്കുന്നുവോ? നിന്നെ തന്നെ ഒന്ന് ശോധന കഴിക്കുക, പരിശോധന കഴിക്കുക. ഹല്ലേലൂയ. പാപത്തെ വിട്ട് ഓടണം. എന്റെ സിസ്റ്ററെ, അത് മാത്രം പറ്റുന്നില്ല സിസ്റ്ററെ. ഞാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഈ ഇടയൊക്കെ ആയിട്ട് പാപത്തെ വിട്ടു പോകാൻ. പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് നടന്നു പോകുന്നതാണ്. എനിക്ക് പറ്റുന്നില്ലെന്ന്, പാപത്തെ വിട്ടു പോകാൻ പറ്റുന്നില്ലെന്ന്. ഓ, എന്തൊരു കഷ്ടകരമായ അവസ്ഥയല്ലേ സഹോദരനെ, സഹോദരിയെ. ആരും അറിയാതെ, ദൈവം അറിയാതെ, സ്വന്തം ഭാര്യ പോലും അറിയാതെ, ആലടി ഭർത്താവിനെ മറച്ചും ഒക്കെ ചെയ്യുന്ന ചില ചാറ്റിങ്ങുകളൊക്കെ ഇല്ലേ, അതൊക്കെ പാപം തന്നെയാ. പ്രൈസ് ദി ലോർഡ്. നിനക്ക് മെസ്സഞ്ചർ, സോഷ്യൽ മീഡിയ ഒക്കെ കിട്ടിയപ്പോ ഇഷ്ടം പോലെ കിടന്നങ്ങ് വിളയാടുവല്ലയോ? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതേ സോഷ്യൽ മീഡിയയിൽ നിനക്ക് ദൈവവചനം പറഞ്ഞുകൂടെ സഹോദരി? ഹല്ലേലൂയ. സഹോദരനെ, ജീസസ് ക്രൈസ്റ്റ് ഈസ് കമ്മിങ് സൂൺ. പറ, വിളിച്ചു പറ, ലോകത്തോട് വിളിച്ചു പറ, എന്റെ കർത്താവ് വരാൻ പോകുന്നുവെന്നേ. എന്റെ കർത്താവ് ഒരു രാജ്യത്തെ ഒരുക്കുന്നു. ആ രാജ്യത്തിന് നിത്യ അവകാശിയായി തീരുവാൻ ഒരുങ്ങ നീ. ഹല്ലേലൂയ. നീ വിശുദ്ധിയോട് വേർപാടോട് കൂടി ജീവിക്കുക. നീ പാപത്തെ പിന്നെയും എളിയിൽ വെച്ചുകൊണ്ട് നീ യാത്ര ചെയ്താൽ നിനക്ക് എവിടെ ചെന്ന് അവസാനിക്കാനാ? എന്റെ കർത്താവ് വന്നു പോകുമെന്നേ. ഹല്ലേലൂയ. കർത്താവിനോട് കൂടി ഒരു സ്റ്റെപ്പ് പോലും നിനക്ക് പോകുവാൻ കഴിയത്തില്ല.
ആമേൻ. ആകയാൽ പാപത്തെ വിട്ട് നീ ഓട്. നീ ഓടിയില്ലെങ്കിൽ നീ രക്ഷപ്പെടത്തില്ല. മകനെ, മകളെ, നീ കൈവിടപ്പെട്ടു പോകും, നീ തള്ളപ്പെട്ടു പോകും. നിനക്ക് വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്നത് നിത്യ നരകമാ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അവിടേക്ക് നിന്നെ തള്ളിയിടും, പാതാളത്തിലേക്ക് തള്ളിവിടും കേട്ടോ. അതിന് നീ ഒരുങ്ങൊന്നും വേണ്ട. ഇങ്ങനെ ജീവിച്ചാൽ മാത്രം മതി. ഇതേ സ്റ്റേജിൽ ഇങ്ങനെ പോയാൽ മതി. അങ്ങോട്ട് പോകുന്നതിന് വിസയും പാസ്പോർട്ടും ഒന്നും വേണ്ട, നേരെ അങ്ങ് പോകാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകുന്നതിനാ, എന്റെ കർത്താവിന്റെ രാജ്യത്തിലേക്ക് പോകുന്നതിനാ നിനക്ക് ഒരുക്കമുള്ളത്. അതിനുവേണ്ടിയാ നീ ഒരുങ്ങേണ്ടുന്നത്, അതിനുവേണ്ടിയാ നീ പ്രാർത്ഥിക്കേണ്ടുന്നത്, അതിനുവേണ്ടിയാ നീ ഉപവസിക്കേണ്ടുന്നത്. ഹല്ലേലൂയ. നിന്റെ നിത്യതയ്ക്ക് വേണ്ടി നീ കരുതണം. ന്യായവിധിയോ തീർന്നോ? ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, വിരുദ് മാത്രമല്ല, എന്റെ കർത്താവ് വരാൻ പോകുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, എന്റെ കർത്താവ് കൊടുക്കുന്ന വിരുദിനോടൊപ്പം അവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കവണ്ണം ഫലം കൊടുപ്പാൻ എന്റെ കർത്താവ് വരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്ര പേർ ഒരുങ്ങി കാത്തിരിക്കുന്നു, എത്ര പേർ ഒരുങ്ങി കാത്തിരിക്കുന്നു. സഹോദരനെ, സഹോദരിയെ, കൈവിടപ്പെട്ടു പോകരുതേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഇത് അന്ത്യകാലമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് അന്ത്യകാലമാണ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിലേക്കൊക്കെ നാം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, വചനത്തിലുള്ളത് ഉള്ളതുപോലെ പ്രസ്താവിക്കണം. വചനത്തിലുള്ളതിനെ മാട്ടിക്കോട്ടി നീ സംസാരിക്കാൻ തുടങ്ങിയാൽ, നീ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ, പ്രൈസ് ദി ലോർഡ്, കർത്താവ് ഒരുക്കുന്ന രാജ്യം നിനക്കില്ല കേട്ടോ. ഒരിക്കലുമില്ല. നിനക്കങ്ങോട്ടേക്ക് പ്രവേശനമില്ല. എന്റെ കർത്താവ് നിന്നോട് കൂടുതൽ സംസാരിക്കത്തില്ല. ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് പറയും. ഇതിനേക്കാൾ വലിയ ദുരന്തം എന്താ ലോകത്തിൽ വരാൻ പോകുന്നത്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതിനേക്കാൾ വലിയ ദുരന്തം എന്താണ് വരാൻ പോകുന്നത്? സഹോദരങ്ങളെ, ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കും ഒന്നാം തരംഗം കൊറോണ, രണ്ടാം തരംഗം കൊറോണ, ഇങ്ങനെ ഡിസൈനാ ഓരോന്നോരോന്നാ വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് ദുരന്തമെന്ന് നിങ്ങൾ വിചാരിക്കുമല്ലേ? മണ്ണിടിച്ചിൽ വന്നു, അതാണ് ദുരന്തം, മഹാദുരന്തം. ജലപ്രളയം വന്നു, അതാണ് മഹാദുരന്തം. ഇതൊക്കെയാണോ? ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, എന്റെ കർത്താവിന്റെ വരവിങ്കൽ, ഹല്ലേലൂയ, തന്റെ വിശുദ്ധന്മാരെ, തന്റെ സഭയെ കർത്താവ് ചേർത്ത് കൊണ്ടതിനു ശേഷം അനുഭവിക്കും. ഹല്ലേലൂയ. പിന്നീടാണ് പ്രശ്നമുള്ളത്. എന്റെ സഹോദരങ്ങളെ, ഹല്ലേലൂയ, കർത്താവ് നിന്നെ കണ്ട് നിന്നോട് പറയുന്ന ഒരു കാര്യമാണ്, നിന്നെ ഞാൻ അറിയുന്നില്ല, തീർന്നു. ഹല്ലേലൂയ. അല്ലെങ്കിൽ കർത്താവിനോട് പിന്നെ പോയി നിന്നിട്ട്, കർത്താവേ, കർത്താവേ, ഞങ്ങൾ ഉപവസിച്ചവരാ കർത്താവേ, ഞങ്ങൾ ഏഴുകൾക്കൊക്കെ കൊടുത്തവരാ കർത്താവേ, എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഞങ്ങൾ ഉപവസിച്ചവരാ കർത്താവേ, ഞങ്ങൾ എല്ലാ ദശാംശവും ഞങ്ങൾ കറക്റ്റാ കൊടുത്തവരാ കർത്താവേ. ഇതൊന്നും ഇവിടെ വില പോകത്തില്ല. എന്റെ കർത്താവ് ഇതൊന്നും കർത്താവിന്റെ മുൻപിൽ വില പോകത്തില്ല. സഹോദരി, സഹോദര, എന്റെ കർത്താവ് നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, പാപത്തെ വിട്ട് ഓടിപ്പോ. ആമേൻ. അടുത്തതായിട്ട്, ജനം നിന്നെ ഉയർത്തുമ്പോൾ, നിന്നെ പുകഴ്ത്തുമ്പോൾ, ഹല്ലേലൂയ, നീ അവിടെ നിൽക്കരുത്. അവിടെ നിന്ന് നീ ഓടിപ്പോകണം. ആരെങ്കിലും നിന്നെ കുറിച്ച് നല്ലത് പറയാൻ ആഗ്രഹിച്ചെങ്കിൽ നീ ചിന്തിച്ചു കൊള്ളണം, അതിന്റെ പുറകിൽ എന്തോ ഒരു വലിയ വിഷയം, ഒരു ഭയങ്കര സംഭവം കാത്തുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ നീ മുൻപോട്ട് പോകണം. ദൈവ മക്കൾ അറിവും ജ്ഞാനവും ഉള്ളവരായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ച് അറിയാത്തവരായി തീരരുത്. എന്റെ റോസ് ഫാമിലി സഹോദരങ്ങളോട് എനിക്ക് ഒത്തിരി ബഹുമാനവും സ്നേഹവും ഉണ്ട്. കാരണം എന്താണെന്നറിയാമോ? വചനം കേൾക്കുന്നതിൽ, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ ആ ഒരു ആകാംക്ഷ നിങ്ങളുടെ കമന്റ്സിലൂടെ എനിക്ക് കാണുവാൻ കഴിയുന്നു. എന്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ വ്യക്തമായി വിളിച്ചു പറയട്ടെ, ആരെങ്കിലും നിങ്ങളെ ഉയർത്തുവാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളെ പുകഴ്ത്തി പറഞ്ഞാൽ, അത് വിശ്വസിക്കരുത് കേട്ടോ. അവിടെ നിൽക്കരുത്, അവിടെ നിന്ന് ഓടിപ്പോകണം. പ്രൈസ് ദി ലോർഡ്. ആകയാൽ അവസാനമായിട്ട് നാം ചിന്തിച്ചത് കർത്താവ് ഒരുക്കുന്ന വിരുദ്. ഹല്ലേലൂയ. ആ വിരുദ് വാങ്ങുവാൻ വേണ്ടി നാം അഹോരാത്രം പരിശ്രമിക്കണം. നാം നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുടുംബം, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ തലമുറ, നമ്മുടെ ദേശം, നമ്മുടെ സഭകൾ എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, പിന്നെയോ നമ്മളെ ചുറ്റിലുമുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ആ പ്രാർത്ഥന ശക്തിയുള്ളതാ. കർത്താവ് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആകയാൽ നമ്മുടെ കർത്താവ് ഒരുക്കുന്ന
ആ വിരുദിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം, ഉണരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, അപ്പ ഇന്ന് കേട്ട വചനത്തിന് മുൻപിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. നാഥാ, പുതിയ വർഷത്തിൽ ഞങ്ങൾക്ക് ആവശ്യമാകുന്ന ആത്മിക മന്ന എന്റെ കർത്താവ് തന്നതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ നീതിയുള്ളവരായി, വിശുദ്ധിയുള്ളവരായി, വേർപാടുള്ളവരായി, കർത്താവിന് വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേട്ടവർക്കായി സ്തോത്രം, വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചാണ്, പ്രത്യേകിച്ച് റോസ് ഫാമിലിയുടെ ഞങ്ങളുടെ പേജിനെ കർത്താവ് അനുഗ്രഹിച്ച് തരണമേ കർത്താവ്. ഇതിലെ വചനം കൊടുക്കുന്ന, വചനം സംസാരിക്കുന്ന എല്ലാ ദാസന്മാരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയാൽ എല്ലാവരും അപ്പച്ചൻ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തങ്ക ചോറിയാൽ കഴുകി മുദ്രയിട്ടാട്ടപ്പ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന രാജ്യത്തിന്റെ നിത്യ അവകാശികളായി തീരുവാൻ ഞങ്ങളെ കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടെ ഇരുന്ന് ബലപ്പെടുത്തണം, ശക്തീകരിക്കണപ്പ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിന് മുൻപിൽ നിങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുക. കർത്താവ് വചനത്തിലൂടെ നിശ്ചയമായും കർത്താവ് നിങ്ങളോട് സംസാരിക്കും. ഹല്ലേലൂയ. വിശ്വാസത്തോടു കൂടി ഏറ്റെടുക്കുക. ഈ പുതിയ വർഷം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. പ്രത്യേകിച്ച് എന്റെ റോസ് ഫാമിലിയുടെ അഡ്മിൻമാർ, എന്റെ സഹോദരങ്ങൾ, എന്റെ മെമ്പേഴ്സ്, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. പുതിയ വർഷത്തിൽ ഇങ്ങനെ ഒന്ന് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചുവല്ലോ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാത്രമല്ല എന്നെ വീക്ഷിച്ചുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകർ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കട്ടെ. ദൈവമക്കളെ, കർത്താവ് വരാറായി. സഹോദരങ്ങളെ, കർത്താവിന്റെ വരവിനായി ഒരുങ്ങി കാത്തിരിക്കണമേ എന്ന് നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യാം. എന്റെ ഷോർട്ട് മെസ്സേജസ് ആവശ്യമുള്ളവർക്ക് പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, യൂട്യൂബിൽ നിങ്ങൾ ചെന്നിട്ട് റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പ് എന്ന ടൈപ്പ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും ദിനവും ലഭിക്കുന്ന ആത്മീക മന്ന അവിടെ നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്കത് അനുഗ്രഹമായി മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മാത്രമല്ല ദൈവമക്കളെ, റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിന് 2 പ്രയർ ഗ്രൂപ്പും ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പും ഉണ്ട്. പ്രത്യേകിച്ച് ഒരു പേജും കൂടാണ്. അപ്പോൾ ഇത് മാത്രമല്ല, നമുക്ക് റോസ് ഫാമിലിക്ക് 2 പ്രാർത്ഥന ഗ്രൂപ്പുകളുണ്ട്, 2 വാട്സപ്പ് കൂട്ടായ്മകൾ. പ്രൈസ് ദി ലോർഡ്. ഈ സ്ക്രീനിൽ എന്റെ ദൈവദാസിമാർ കൊടുത്തിരിക്കുന്ന ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ ഞങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ നിങ്ങൾക്കും പങ്കുചേരാവുന്നതാണ്. ഇന്ത്യക്ക് പുറത്തുനിന്നും അകത്തുനിന്നും ഒക്കെ എനി ടൈം പ്രാർത്ഥന വിഷയങ്ങൾ കടന്നു വരുന്ന ഒരു പ്രാർത്ഥന ഗ്രൂപ്പാണത്. അനേക സാക്ഷ്യങ്ങളുള്ള ഒരു വലിയ ഗ്രൂപ്പാണത്. ആകയാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ പ്രാർത്ഥന ഗ്രൂപ്പിൽ ചേരുവാൻ താല്പര്യമുള്ളവർക്ക് ഇതിൽ സ്ക്രീനിൽ വരുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക. ഞങ്ങളോടൊപ്പം നിങ്ങൾക്കും ഐക്യമായി ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങൾക്കും നല്ല അവസരമുണ്ട് എന്നതും അറിയിച്ചും കൊണ്ടോ എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ദിനവും റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പില് 5 മണിക്ക്, കൃത്യം 5 മണിക്ക് ലൈവുകൾ ദാസന്മാർ, അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസന്മാരുടെ അനുഗ്രഹമേറിയ വചന ശുശ്രൂഷകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആകയാൽ നിങ്ങൾക്കും ഞങ്ങളോടൊപ്പം സഹകരിച്ച് മുമ്പോട്ട് പോകാം. ദൈവമായ കർത്താവ് സകലരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.